ഇന്ന് നമുക്ക് ഒരു വിൻഡോസ് കമ്പ്യൂട്ടറിൽ മലയാളം എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം എന്ന് നോക്കാം. എല്ലാവർക്കും സ്വാഗതം. അതിനായി ആദ്യം നമ്മൾ ഡെസ്ക്ടോപ്പിൽ വരിക. സ്ക്രീനിൽ താഴെ ഇടതുവശത്ത് കാണുന്ന സ്റ്റാർട്ട് ബട്ടണിൽ മൗസിന്റെ റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. ഇപ്പോൾ വരുന്ന ലിസ്റ്റിൽ നിന്നും സെറ്റിംഗ്സിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഓപ്പണായ വിൻഡോയുടെ ഇടതുവശത്ത് നിന്നും ടൈം ആൻഡ് ലാംഗ്വേജിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ലാംഗ്വേജ് ആൻഡ് റീജിയൻ സെലക്ട് ചെയ്യുക. തുടർന്ന് ആഡ് ലാംഗ്വേജ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഓപ്പണായി വന്ന വിൻഡോയുടെ സെർച്ച് ബാറിൽ മലയാളം എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ മലയാളം ലാംഗ്വേജ് കാണാൻ സാധിക്കും. മലയാളം സെലക്ട് ചെയ്യുമ്പോൾ താഴെയുള്ള നെക്സ്റ്റ് ബട്ടൺ എനേബിൾ ആകും. ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വരുന്ന ഇൻസ്റ്റാൾ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ ലാംഗ്വേജ് ഇൻസ്റ്റലേഷൻ സ്റ്റാർട്ട് ചെയ്യും. ഇവിടെ നിങ്ങൾക്ക് ഇൻസ്റ്റലേഷൻ നടക്കുന്നത് കാണാൻ സാധിക്കും. ഇൻസ്റ്റലേഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം. ഈ സ്ക്രീനിൽ മലയാളം എന്ന് എഴുതിയിരിക്കുന്നതിന്റെ വലതുവശത്തായി 3 ഡോട്ട്സ് കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുക. ഈ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വരുന്ന ലിസ്റ്റിൽ നിന്നും ലാംഗ്വേജ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം വരുന്ന വിൻഡോയിൽ ആഡ് കീബോർഡ് എന്ന ബട്ടൺ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. ഈ വിൻഡോയിൽ മലയാളം ഫോണറ്റിക് എന്നത് ക്ലിക്ക് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. ഇതോടെ മലയാളം ഇൻസ്റ്റലേഷൻ കംപ്ലീറ്റ് ആയി. ഇനി എങ്ങനെയാണ് മലയാളം ഉപയോഗിക്കേണ്ടത് എന്ന് കൂടി നോക്കാം. തിരികെ ഡെസ്ക്ടോപ്പിലേക്ക് വരാം. ഇവിടെ നിങ്ങൾക്ക് സ്ക്രീനിന്റെ വലതുവശത്ത് താഴെ ടൈം ആൻഡ് ഡേറ്റിന് സമീപം ENG എന്നെഴുതിയിരിക്കുന്നത് കാണാൻ സാധിക്കും. ENGയുടെ മുകളിൽ മൗസ് ക്ലിക്ക് ചെയ്താൽ ഒരു ചെറിയ വിൻഡോ പോപ്പപ്പ് ചെയ്തു വരുന്നത് കാണാം. അതിൽ ഇംഗ്ലീഷ് ഇന്ത്യ എന്നും മലയാളം എന്നും മലയാളം ഫോണറ്റിക് എന്നും കാണാൻ സാധിക്കും. അതിനർത്ഥം മലയാളം ഉപയോഗിക്കാൻ കമ്പ്യൂട്ടർ തയ്യാറായി എന്നാണ്. നമുക്കൊന്ന് മലയാളം ടൈപ്പ് ചെയ്ത് നോക്കിയാലോ? അതിനായി ആദ്യം ഒരു വേർഡ് ഫയൽ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ENGക്ക് മുകളിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ പോപ്പപ്പായ വിൻഡോയിൽ നിന്നും മലയാളം സെലക്ട് ചെയ്യുക. ഇപ്പോൾ ENGക്കു പകരം MAL എന്ന് വന്നത് കാണാം. ഇനി നമ്മൾ വേർഡ് ഫയലിൽ എന്ത് ടൈപ്പ് ചെയ്താലും മലയാള ഇൻസ്ക്രിപ്റ്റ് എന്ന ലേഔട്ടിലായിരിക്കും ടൈപ്പ് ആകുക. ഇൻസ്ക്രിപ്റ്റ് ലേഔട്ട് പഠിച്ചെടുത്തവർക്ക് ഇതിൽ ടൈപ്പ് ചെയ്യാം. എളുപ്പമാണ്. എന്നാൽ ഇൻസ്ക്രിപ്റ്റ് എന്ന ലേഔട്ടിൽ അറിയാത്തവർക്ക് മലയാളം ഫോണറ്റിക് ലാംഗ്വേജ് ഉപയോഗിച്ച് മാംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതിനായി വീണ്ടും മൗസ് പോയിന്റർ MAL എന്നതിനു മുകളിൽ ക്ലിക്ക് ചെയ്യുക. പോപ്പപ്പ് ചെയ്യുന്ന ലിസ്റ്റിൽ നിന്ന് മലയാളം ഫോണറ്റിക് സെലക്ട് ചെയ്യുക. ഇനി വേർഡ് ഫയലിൽ മാംഗ്ലീഷിൽ എന്ത് ടൈപ്പ് ചെയ്താലും അതുപോലെ തന്നെ മലയാളത്തിൽ എഴുതി വരുന്നത് കാണാം. ഇനി നിങ്ങൾ കുറച്ച് പ്രാക്ടീസ് ചെയ്തു നോക്കൂ. അതുപോലെ തന്നെ മലയാളം ഇൻസ്ക്രിപ്റ്റ് ലേഔട്ടുകൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടുന്നതാണ്. അത് നോക്കി പ്രാക്ടീസ് ചെയ്യാം.